അമൽ നമുക്ക് വേണ്ടി വൈപ്പിന് വേണ്ടി പാലം പണിയാൻ പോവാ. ജോബ് അന്വേഷിക്കണം എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ് ഇവിടെ ജോലി കിട്ടാൻ. ഗൈസ് റെഡ് സ്ട്രീറ്റിൽ പോയിട്ട് ജോലി ഉണ്ടാകും. ആംബിയൻസ് സെറ്റാണ്. ഇന്നലെ ഫുള്ള് ഷോകുമായിരുന്നു. ഞാൻ മര്യാദക്ക് ഫുഡ് പോലും കഴിച്ചില്ല. കാരണം ഞാൻ ഒറ്റക്കായിരുന്നു, എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ ആകെ കഴിച്ചത് കുറച്ച് 2 പാക്കറ്റ് ബ്രെഡും പിന്നെ കുറച്ച് ന്യൂട്ടല്ലയും പിന്നെ കുറച്ച് പാസ്തയും ഇത്രയൊക്കെ കഴിച്ചോളൂ. അപ്പോൾ ഞാൻ ഇന്ന് സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ കരുതി. ആകിരിക്കണ അരിയാണ്. നല്ല അരി വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നല്ല എരിവുള്ള ഉരുളക്കിഴങ്ങ് കറിയും പിന്നെ സൈഡിൽ മുട്ട വറുത്തതും കുറച്ച് തൈരും കൂടി കൂട്ടി കഴിക്കാൻ പറ്റും. റെഡിയായി. ലക്ഷ്മി കൊടുക്കാൻ ചോറ് പാക്ക് ചെയ്ത് അമൽ നമുക്ക് വേണ്ടി വൈപ്പിന് വേണ്ടി പാലം പണിയാൻ പോവാ. വൈപ്പിൻ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പാലം പണിയാൻ പോണ്. ഈ പാലത്തിന് പകുതി വരെ പണിതിട്ടാ. ഇവിടെ എന്താണ് എഞ്ചിനീയർ ഇവിടെ വൈപ്പിൻ ടു കൊച്ചി. വൈപ്പിൽ ഓൾറെഡി പാലമുണ്ട്, വേറെ പാലം. റൺ ഭൂമി. ഓക്കെ വൈപ്പിന്റെ വക. ലക്ഷ്മിയുടെ അടുത്തോട്ട് പോകണം. നല്ല മഴ രാവിലെ മുതൽ തുടങ്ങിയതാ. ഇവിടുത്തെ ഒരു ഡോമാണ്. റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഫുള്ളും അലങ്കോലിട്ട് കിടക്കുക. റൂം ടൂർ. പിന്നെ നല്ല ഞാൻ തിന്ന് തട്ടിയിട്ടാണോ വരുന്നതാണെന്ന് കണ്ടറിയാം. ദൈവമേ രക്ഷിക്കണേ എന്നെ. എന്താണ്ടൊക്കെയോ കലക്കി വെച്ചിട്ടുണ്ട്. കലക്കിയല്ല, നല്ല മസാലാസൊക്കെ ഇട്ട് മുറുക്കി കിഴങ്ങറി ഇതിനും കൂടി ഉണ്ട്. അയ്യോ ഇത് കാട്ടിയില്ല. ഇത് നമുക്ക് ഇവിടെ സാധനങ്ങൾ വെക്കാം. ഇവിടെ ചെരുപ്പ് വെക്കാം. പിന്നെ സാധനങ്ങളെല്ലാം അടക്കി വെക്കാം. പിന്നുള്ളത് ടേബിൾ. 2 ഡ്രോയർ ഉണ്ട്. പിന്നുള്ളത് നമുക്ക് ജോബ് എങ്ങനെ അന്വേഷിക്കണം എന്നുള്ള കോണ്ടന്റ് ആയിട്ട് ഇപ്പൊ വന്നേക്കണത്. ജോബ് അന്വേഷിക്കണം എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. രണ്ടാമത്തേക്കുള്ളൂ. നമുക്ക് ഇനി അടുത്തേക്ക് കയറാം. ഇപ്പൊ ഈ കടയെന്നാണ് ഇപ്പൊ ആട്ടിവിട്ടത്. ജർമ്മൻ പഠിച്ചിട്ട് വരാൻ. ജർമ്മനില്ലേ? ജോലിയില്ല. അതെ. അടുത്ത കടയെ കാട്ടിത്തരാം. അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാത്തത്. ക്യാമറ തരാന്ന് പറഞ്ഞ ഇപ്പൊ ഒരു കോളായിട്ട് വരും. ഇവിടുന്ന് ഒരു ഫോമാ തന്നു വിട്ടത്. ജോലി ഇല്ലെന്ന് പറഞ്ഞതിന് ഒരു ഫോം തന്നു വിട്ട് ആ ഒരു മര്യാദ കാട്ടി. ഇനിയിപ്പൊ അടുത്തത് ഒരു 10 എണ്ണം മിനിമം. 10 മിനിമം എന്തായാലും വേണം. ഞങ്ങൾ അവിടെ ഒരു കട കണ്ട്, പക്ഷെ അത് പൂട്ടിയിട്ടേക്കണല്ലേ. നമുക്ക് വേറെ കടയിൽ പോവാം. ഇങ്ങോട്ടേക്ക് കുറച്ച് കടയുണ്ടെന്ന് തോന്നണം. ഗൈസ് റെഡ് സ്ട്രീറ്റിൽ പോയിട്ട് ജോലി ഉണ്ടാകും. അത് ഇപ്പൊ നമ്മ അവിടെ കണ്ടത് റെഡ് സ്ട്രീറ്റ് ആണ്. അവിടെ ചെന്നിട്ടാണ് ജോലി ചോദിക്കാൻ പോയത്. ഇവിടെ കേറാൻ പോണ്. റെഡ് സ്ട്രീറ്റ് ഒന്നല്ലല്ലോ, അങ്ങനത്തെ സ്ഥലമൊന്നല്ലെന്ന് തോന്നണേ. റെഡ് ലൈറ്റ് ആണ്. കേറാം. ഇന്നത്തെ 5ാമത്തെ ഏത് ബർത്ത്ഡേ പാർട്ടിക്ക് കയറി ചെന്നിട്ട് ജോലി ഉണ്ടാകും. അവരെല്ലാരും വായിൽ കേക്കും വെച്ചിട്ട് വായ തുറന്നിരിക്കുന്നു. ഇവിടെ കട കുറവാണ്, അതുകൊണ്ടായിരിക്കും നമുക്ക് ജോലി കിട്ടാത്തത്. ഞങ്ങളുടെ കുഴപ്പമില്ല, ഭാഷ അറിയില്ലെന്നല്ലേ ഉള്ളൂ. വേറെ ഒന്നല്ല ചോദിക്കണത്, പാത്രം കഴുകിക്കോട്ടെ എന്നാ ചോദിക്കണത്. അവർക്കതൊന്നും
പാത്രം കഴുകാനും ജർമ്മൻ വേണം എന്ന് കാരണോടാ കയ്യും കൊണ്ടാ കഴുകണത്. ഞങ്ങളെന്നിട്ട് ആംഗ്യ ഭാഷ കൊറേ പറഞ്ഞു നോക്കി. ആ ഇവിടെ ഒരു കട കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു കട ഇവർക്ക് സ്നേഹത്തോടെ പറഞ്ഞു ജോലിയില്ലെന്ന്. അപ്പുറത്ത് ഇപ്പുറത്തെ കടയിൽ ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പുറത്തെ കടയിൽ ചോദിക്കാം. സ്പോർട്സ് ബാറാ, ബാറെങ്കി ബാറ് ഫുഡ് കിട്ടണതാണ്, പക്ഷെ ഇത് ബാറാണ്. ഇനിയിപ്പോ അറിയാൻ പറ്റത്തില്ല കേട്ടോ. ആംബിയൻസ് സെറ്റാണ്. ഇവിടെ ഇവര് നമ്പർ വാങ്ങിച്ചിട്ട് മൺഡേ ടെക്സ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, എന്തായാലും അടുത്ത കടയിൽ പോവാം. കുഴപ്പമില്ല, കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല. അടുത്ത കടയിൽ പോവാം. ഗൈസ് ഞങ്ങൾ ട്രെയിൻ കയറി പോകാൻ പോണേണ്. ഇവിടെ ബ്യൂട്ടിഫുൾ സ്ഥലത്താണ്, ദുർല. വേറൊരു സ്ഥലത്തെത്തി. ജോലി ഇല്ലെങ്കിൽ അവരിത് തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അയ്യോ ഒരു അവർക്ക് ഇംഗ്ലീഷ് അറിയൂല, ഞങ്ങക്ക് ജർമ്മനും അറിയൂല. എന്നിട്ട് പുറത്തുനിന്ന് ഒരാള് വന്നിട്ട് ഞങ്ങളെ സഹായിച്ചത്. ഇപ്പൊ കൊറേ കടയിൽ കേറാൻ തുടങ്ങിയിട്ട് വിശക്കാൻ തുടങ്ങി, നിർത്താറായിട്ടുണ്ട്. ബൈ.